ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനന്തമാഷ് തൻ്റെ മകളെയും കൊണ്ടുവരികയാണ്. ദയയും കൊണ്ടുവന്നിട്ട് എസ് ഐയുടെ മുന്നിൽ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുകയാണ്. അങ്ങനെ ദയ നടന്ന സംഭവങ്ങളെല്ലാം എസ് ഐയോട് തുറന്ന് പറയാണ് കേട്ടോ. ഇതൊക്കെ കണ്ട് ഒരു ഷോക്കോട് കൂടി അനിതയും ശബരിയും ഒക്കെ എങ്ങനെ നിൽക്കുകയാണ്. ശബരിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. കാരണം ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ തൻ്റെ ഭാര്യ ഒരു മോഷണം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. തൻ്റെ പൈസയാണെങ്കിലും ആ വീട്ടിൽ കയറി വരുമ്പോൾ ആ വീട്ടിലുള്ളവരെ ഒന്ന് അറിയിച്ചിട്ട് പോവുകയാണെങ്കിൽ ആ പൈസ എടുത്തത് തെറ്റില്ല എന്നുണ്ട്. പക്ഷേ അച്ഛൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഇവിടെ തൻ്റെ ഭാര്യ ചെയ്തത് വളരെ തെറ്റാണെന്ന് ഇങ്ങനെ മനസ്സിലാക്കണം കേട്ടോ. ഈ സമയം മാഷ് പറയാണ്, എൻ്റെ മോൾ ഇങ്ങനെയാണ് ചെയ്തത്, അപ്പോൾ അതുകൊണ്ട് അവളുടെ തെറ്റ് തിരിച്ചറിഞ്ഞ് അവൾ ഇപ്പോൾ ഈ പണം ഇവിടെ കൊണ്ടുവരാനാണ് വന്നത് എന്ന് പറയുമ്പോൾ അവിടെ പോലീസുകാരൻ പറയുന്നത് നിങ്ങളുടെ ഭാഷയിൽ അവളുടെ ഭർത്താവിൻ്റെ പൈസ എന്ന് പറയും, പക്ഷേ ഞങ്ങളുടെ ഭാഷയിൽ ഇതല്ല പറയാ, മോഷണം എന്ന് തന്നെ പറയണം. ഒരു വീട്ടിൽ ആരുമില്ലാത്ത സമയം നോക്കി പതുങ്ങി ഇവിടെ നിന്ന് സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് മോഷണം എന്ന് ഞങ്ങൾ പറയുള്ളൂ എന്ന് പറയാനിട്ടാ. അങ്ങനെ ഇതൊക്കെ കേട്ട അഭിയും അനിതയും ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. അപ്പോൾ ഈ സമയം വാസന്തി ഇങ്ങനെ ഒരു വൃത്തികെട്ട സ്വഭാവമാണോ ഇവൾ ചെയ്തത്, ഈ ദയ ചെയ്തത് ഇങ്ങനെ ഒരു കുടുംബം കലയിക്കുന്ന പരിപാടിയാണ്, അല്ലെങ്കിൽ ദയ ഇങ്ങനെയാണെന്ന് വാസന്തി അങ്ങ് പറയാനിട്ടാ. അപ്പോൾ അതോടുകൂടിയിട്ട് എല്ലാവർക്കും അവിടെ ദേഷ്യം വരികയാണ്. വാസന്തി പറയുക, അനിതയുടെ ആങ്ങളെ ഇപ്പോൾ ഇതിലോട്ട് വലിച്ചഴക്കാനൊക്കെ കാരണം ഈ ദയയല്ല, 5 ലക്ഷം രൂപ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് വാസന്തി മൂർച്ച കൂട്ടാനായിട്ടാ. അതോടുകൂടി ഈ ദയ പറയും, നിങ്ങൾ കാരണമല്ലേ ഞാൻ അങ്ങോട്ടേക്ക് വന്നത്, ഇപ്പം എനിക്കായ കുറ്റം, ഞാൻ ഒരു സത്യം വിളിച്ച് പറഞ്ഞെന്ന് കരുതി ആരും അറിയാതെ ഇവിടെ നിന്ന് പണം കൊണ്ടുപോവുകയാണോ ചെയ്യുന്നത് എന്നിങ്ങനെ വാസന്തി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം ഇത് കേൾക്കുന്ന ശബരിക്കും അനിതക്കൊക്കെ ദേഷ്യം പിടിക്കുകയാണ്. കാരണം അനിതയുടെ ആങ്ങള ഈ പറയുന്നത് പോലെ രണ്ട് കയ്യിലും വിലങ്ങ് വെച്ച് തനിക്ക് കാണേണ്ടി വന്നത്, ഒരുപാട് പോലീസുകാരുടെ ഇടി കിട്ടേണ്ടി വന്നതൊക്കെ ഈ ദയ കാരണമല്ലേ. അപ്പോൾ അതൊട്ടും അംഗീകരിക്കാൻ കഴിയില്ല കേട്ടോ. ഇതേ സമയം അവിടെ ഉടൻ തന്നെ ശബരി ഇങ്ങനെ പറയും, ശബരി നീ തന്നെ തീരുമാനമെടുക്കുക, നീ ഇപ്പോൾ ധനേട്ടനെ ഒരു തെറ്റ് ചെയ്തു, ധനേട്ട ഇവരുടെ പേരിൽ ഒരു കേസ് കൊടുത്തു എന്നുള്ളതിന് നീ ധനേട്ടൻ എന്തെല്ലാം പറഞ്ഞു, ഇപ്പം നീ എന്താ നിൻ്റെ ഭാര്യയായപ്പോൾ ഇവിടെ മിണ്ടാതെ ഇങ്ങനെ പഴം വിഴുങ്ങിയതുപോലെ ഇങ്ങനെ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ശബരിയെ മൂർച്ച പിടിപ്പിക്കുന്ന ആ വാക്കുകൾ ഇങ്ങനെ വാസന്തി പറയാൻ കേട്ടോ. പക്ഷേ ശബരി ഇതിന് തിരിച്ചടി കൊടുക്കാം എന്ന ആ ഒരു ഇതോടുകൂടി തന്നെയാണ് കേട്ടോ ശബരി നിൽക്കുന്നത്. ശബരി അങ്ങനെ പെട്ടെന്ന് അങ്ങ് കേട്ട ആ ഷോക്കിൽ ഇങ്ങനെ നിന്നതാണ്. കാരണം ശബരി തൻ്റെ ഭാര്യ ഒരു കുടുംബം തകർക്കുന്ന പ്രവൃത്തി ഇതിന് മുന്നേ ചെയ്തു വെച്ചിട്ട് പോയതാണല്ലോ, പിന്നെയാണ് ഇത് എന്ന ലെവലിലാണ് ശബരി നിൽക്കുന്നത്. അപ്പോൾ ഈ സമയം മാഷു പറയണേ, സംഭവം എൻ്റെ മകളുടെ അടുത്ത് തെറ്റ് പറ്റി, പക്ഷെ അവളുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അവളുടേതായ ന്യായമുണ്ട്, പക്ഷെ നമ്മുടെ ഭാഗത്ത് നിൽക്കുമ്പോൾ എസ് ഐ പറഞ്ഞ പോലെ ഇതൊരു മോഷണമാണ്. പക്ഷെ എന്തായാലും അവൾക്ക് ഇപ്പോൾ ഈ അബിയെ പോലീസ് അറസ്റ്റ് ചെയ്തെന്നൊക്കെ കേട്ടപ്പോൾ അവൾക്കത് തെറ്റായി തോന്നി എന്നതുകൊണ്ടാണ് പണം കൊണ്ട് വന്നത് എന്ന് പറയാം കേട്ടോ. ഇത് കേൾക്കുന്ന എസ് ഐയോട് മുന്നിൽ വെച്ചിട്ട് ഇനി ഇതൊരു കേസാക്കി മാറ്റണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശബരി എല്ലാവരും ഞെട്ടിപ്പിച്ചും കൊണ്ട് ശബരി പറയാണ്, അങ്ങനെ അങ്ങ് വെറുതെ വിടാൻ പറ്റില്ലല്ലോ, എൻ്റെ കുടുംബം ഇന്നിങ്ങനെ ചിന്ന ഭിന്നമായി പോയത്, എൻ്റെ അച്ഛനെയും എൻ്റെ കുടുംബത്തെയും ഈ പറയുന്ന അനിത ചേച്ചി ഒരു ഏട്ടത്തിയമ്മയുടെ റോളിൽ, അതായത് എൻ്റെ അമ്മയുടെ റോളിലായി നിന്ന് ഞങ്ങളെയൊക്കെ നോക്കി ഉണ്ടാക്കിയതാണ്. അങ്ങനെയുള്ള അനിതേച്ചിയുടെ ആങ്ങളെയാണ് ഇവിടെ പ്രതിയായിരിക്കുന്നത്, അവരെ അറസ്റ്റ് ചെയ്ത് തെളിവെടുപ്പിന് വരെ എത്തിക്കാനുള്ള കാരണം ദയയല്ലേ. അപ്പോൾ തെറ്റ് ആര് ചെയ്താലും ശിക്ഷ കിട്ടണമെന്ന് പറയണ്ട. അപ്പോൾ ഇത് കേൾക്കുന്ന എസ് ഐയും വെറുതെ വിടുന്നില്ല. എസ് ഐ പറയണം, മാഷിനോട് ക്ഷമിക്കണം, മാഷിൻ്റെ മകളൊക്കെ തന്നെ ആയിരിക്കും, പക്ഷെ മാഷിൻ്റെ മകൾ ചെയ്ത് വലിയൊരു ക്രിമിനൽ സ്വഭാവമാണ്, ഇതങ്ങനെ വളർത്തിയെടുക്കാൻ പറ്റില്ല. കാരണം ഇത് തെറ്റ് തന്നെയാണ്. ഒരു പാവം നിരപരാധിയായൊരു പയ്യനെയാണല്ലോ ഇപ്പോൾ ഇതിലോട്ട് വലിച്ചഴിച്ചതും ഞങ്ങൾക്ക് ഇവിടെ കൊണ്ടുപോയി അവൻ്റെ കയ്യിൽ നിന്നും ഞങ്ങൾക്ക് 2 ലക്ഷം രൂപ കിട്ടിയതും അതുകൊണ്ട് തന്നെ ഇങ്ങനെ ശിക്ഷ അവനക്ക് കൊടുക്കേണ്ടി വന്നതൊക്കെ ചെയ്തത്. അവൻ്റെ കഷ്ടകാലം കൊണ്ട് അവൻ്റെ കയ്യിൽ പൈസയുണ്ടായി. അതുകൊണ്ട് തന്നെ എന്തായാലും ഇതിന് അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. വനിതാ കോൺസ്റ്റബിളിനോട് പറയണം, പിടിച്ച് കയറ്റിയെന്ന് പറയണം കേട്ടോ. അപ്പോൾ ദയ ഒട്ടും പ്രതീക്ഷയില്ല, ശബരി തന്നെ അറസ്റ്റ് ചെയ്യാൻ പറയുന്നത് ദയ ഒട്ടും പ്രതീക്ഷയില്ല. അപ്പോൾ ദയ ശബരിയുടെ മുന്നേറ്റ്, ശബരിയേട്ട ഇവിടെ ഞാനല്ല തെറ്റുകാരി, ആ അനിതയാണ് വാസന്തിയാണ് എന്നൊക്കെ ഇങ്ങനെ വീണ്ടും ആവർത്തിക്കുമ്പോൾ, നീ മിണ്ടരുത്, നീ എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാണെന്ന് കരുതിയിട്ടാണ് പലതും ഞാൻ ക്ഷമിച്ചത്, പക്ഷേ ഇനി എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല, എൻ്റെ കുടുംബം തകർക്കാനാണ് നോക്കിയത്, എൻ്റെ കുടുംബത്തിൽ നിന്ന് എന്നെ വേറെടുത്താനാണ് നോക്കിയത്, ഇത് എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല. ഒരു പാവം മനുഷ്യനെ ജയിലിലോട്ട് പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിനക്ക് ശിക്ഷ കിട്ടണം. എൻ്റെ പണം എൻ്റെ വീട്ടിൽ നിന്ന് നിനക്കെടുക്കാം, ഈ വീട്ടിൽ നീ നിൽക്കുകയായിരുന്നെങ്കിൽ, പക്ഷെ ആരും അറിയാതെ നീ ഈ വീട്ടിൽ നിന്ന് പണം കൊണ്ടുപോയത് അതൊട്ടും ശരിയല്ല എന്നൊക്കെ ശബരി പറഞ്ഞിട്ട്
നല്ല കണക്കിന് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ ശബരി പറയുന്നുണ്ട്. അത് ആ ചോദ്യത്തിന് മുന്നിലൊക്കെ മാഷിനൊന്നും പറയാൻ കഴിയുന്നില്ല. അങ്ങനെ മാഷ് പറയുന്നുണ്ട്, ശബരി നീ എൻ്റെ മകള് ഒരച്ഛനെന്ന നിലയ്ക്ക് എനിക്ക് നിന്നോട് ക്ഷമ പറയാനേ കഴിയുള്ളൂ. കാരണം അവളുടെ തെറ്റ് മനസ്സിലാക്കി അവൾ തിരിച്ചു വന്നല്ലോ. പക്ഷെ ഞാനും ഈ സമയത്താണ് ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ഈ സത്യം അറിഞ്ഞത്. എൻ്റെ മനസ്സിലെ സംശയം കൊണ്ടാണ് ഞാൻ വീട്ടിൽ പോയി ഇവളോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇവളെന്നോട് പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ മാഷ് പറയുകയാണ്. അപ്പോൾ ഉടൻ തന്നെ മാഷിനോട് രാമനാഥൻ പറയും, നിങ്ങളെന്നോട് ക്ഷമിക്കണം. കാരണം മാഷിൻ്റേതായ ലെവലിലാണ് ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷേ ദയയുടെ അച്ഛൻ എന്ന ലെവലിൽ കാണുകയാണെങ്കിൽ ഒരുപക്ഷെ മാഷിനോട് കയർത്ത് സംസാരിക്കേണ്ടി വരുമെന്ന് പറയാനിട്ടോ. അങ്ങനെ രാമനാഥൻ തന്നെ കടുത്തൊരു തീരുമാനവും ശബരിക്കൊപ്പം നിന്ന് നിൽക്കണം. കാരണം രാമനാഥൻ എപ്പോഴും ദയക്കൊപ്പം നിന്നിരുന്നു. പക്ഷേ ഇപ്പോൾ രാമനാഥൻ ദയെ വെറുത്തിരിക്കുന്നു കേട്ടോ. അങ്ങനെ പോലീസ് ജീപ്പിലോട്ട് വലിച്ചഴച്ച് ദയെ അങ്ങ് കൊണ്ടുപോകുമ്പോൾ ദയ ദേഷ്യത്തോടു കൂടി വാസന്തിയെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. വാസന്തിയും വനിതയും വീണ്ടും ദയക്ക് മുന്നിൽ പ്രതിയാവാണ്. അപ്പോൾ വാസന്തിയാണ് ഏറ്റവും കൂടുതൽ നോക്കുന്നത്. പക്ഷേ ഇവിടെ കളിച്ചത് ശരിക്കും വാസന്തിയും ധനനാണെന്ന് ഇനി അറിയാനിരിക്കുന്നേ ഉള്ളൂ. കാരണം രാമനാഥന് ആ ഉറക്ക ഗുളിക കൊടുത്ത ആ സീൻ ഇവിടെ പുറത്തോട്ട് വന്നിട്ടില്ല കേട്ടോ. അത് വെളിയിൽ വരാൻ കിടക്കുന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഈ സമയം അത് ദയക്ക് മുന്നിൽ അതിനി തെളിയും. അപ്പോഴാണ് ദയ കുറ്റബോധം കൊണ്ട് കരയുക. എന്തായാലും ദയക്ക് ഇത് കിട്ടേണ്ടത് അത്യാവശ്യമാണ്. കാരണം ശബരിയുടെ വീട്ടുകാരോടും സ്വന്തം അച്ഛനോട് പോലും അത്രയും മോശമായി സംസാരിച്ച് ദയക്ക് ഒരു ജയിൽവാസം അത്യാവശ്യം തന്നെയാണ്. ഒരു പോലീസ് സ്റ്റേഷനിൽ കയറലും അത്യാവശ്യം തന്നെയാണ് എന്ന് എല്ലാവർക്കും തോന്നുന്നുണ്ട്. ഇതേ സമയമാണെങ്കിലോ മാഷാണെങ്കിലും പൊട്ടിക്കരയാണ്, ഈശ്വര ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊണ്ട് വന്നത് നിങ്ങളുടെ ഈ പറയുന്ന അബി ഒരു തെറ്റുകാരനല്ല എന്ന് തോന്നിയത് കൊണ്ട് എൻ്റെ മകൾ ചെയ്ത തെറ്റ് തിരുത്താനാണ്. പക്ഷേ ശബരി നിന്നിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല, എന്ത് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞിട്ട് മാഷ് അവിടെ നിന്നും ഇറങ്ങിപ്പോവാണ് കേട്ടോ. ഇതേ സമയം വിനയനെയാണ് കാണിക്കുന്നത്. വിനയന് ഈ പറഞ്ഞ 48 മണിക്കൂർ ജീവരാജ് ആഷിഫും പറഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ ആ വീഡിയോ അവിടെ എത്തിച്ചില്ലെങ്കിൽ വേണ്ടത് ചെയ്യുമെന്ന് വിനയൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഇത് വിനയന് വരികയാണ് കേട്ടോ. ഈ സമയം വിനയന് ഇന്ന ഹോട്ടലിലോട്ട് വരാൻ വേണ്ടിയിട്ട് ജീവരാജ് വിളിച്ച് പറയണം. അപ്പം വിനയൻ വരാമെന്ന് പറയണേ. അങ്ങനെ വിനയൻ അങ്ങോട്ടേക്ക് ചെല്ലാണ്. ഇതേ സമയം ജീവരാജ് ചോദിക്കും, എന്താ നിനക്ക് ഇന്ന് എന്തെങ്കിലും ഉടക്കുകൾ പറയാനുണ്ടെങ്കിൽ അത് വേണ്ട, മര്യാദക്ക് എന്താണ് സത്യം ആ സത്യം നീ തുറന്ന് പറയാമെന്ന് പറയണ്ട. ഇതേ സമയം ജീവരാജ് പറയണേ, അതെ എനിക്ക് പിന്നെ ജീവരാജിനോട് വിനയൻ പറയണേ, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ പറഞ്ഞ വീഡിയോ ഒക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, നിൻ്റെ സ്ഥാനത്ത് ഗൂഗിളിനെ ഞാൻ കൊണ്ടുവന്നിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ വേറൊരു പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോൾ ഇതാ വീണ്ടും അവൻ നുണകളുടെ മേലെ കൂടെ നുണകൾ മേയുന്നു. എന്നാൽ ഇനി ഇത് കേട്ട് നിൽക്കാൻ കഴിയില്ല എന്നിങ്ങനെ ദേഷ്യത്തോടു കൂടി പറയുമ്പോൾ വിനയം പറയണ നുണയല്ല സത്യമാണ്, എൻ്റെ ഫോണ് ആ രഘു അവൻ കൈമാറിയിരിക്കുന്നു എന്ന് പറയട്ടെ. ഇത് കേൾക്കുന്നതിനോട് കൂടി ജീവരാജിന് അങ്ങ് ദേഷ്യം പിടിക്കണം. എടാ വിളച്ചിൽ ഞങ്ങളുടെ അടുത്താണ് നടത്തുന്നതെന്ന് പറഞ്ഞ് ജീവരാജ് ആഷിഫ് തലങ്ങും വിലങ്ങും വിനയനായിട്ട് അടിക്കണം കേട്ടോ. എടാ വാടാ, രഘുവിൻ്റെ കൈകളിലാണെങ്കിൽ അവൻ്റെ കൈകളിൽ നിന്ന് നീ അത് എടുക്കണം, എൻ്റെ കൂടെ വാടാ എന്നൊക്കെ പറയുമ്പോൾ അയ്യോ അവൻ്റെ അടുത്തോട്ട് പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ സംസാരിക്കണം കേട്ടോ. അങ്ങനെ വിനയന് കണക്കിന് കിട്ടുമ്പോൾ ഇപ്പുറത്താണെങ്കിലോ ദയയുടെ അഹങ്കാരത്തിന് ഒരു അറുതി വരികയാണ് കേട്ടോ. ദയ ഇനി പോലീസ് സ്റ്റേഷനിൽ കയറുകയാണ്. അപ്പോൾ ഇനി വാസന്തിയും ധനനും എന്ന ആ കഥാപാത്രത്തെ ഇനി അവിടെ നിന്നും അങ്ങ് അവർ രണ്ടുപേരെയും ഇനി രാമനാഥൻ അടിച്ചിറക്കുന്ന ആ സീനായിരിക്കും. അത് ദയയുടെ ഈ ഒരു ഇതും കൂടി വരാനുണ്ട്. കാരണം രാമനാഥൻ ഇനി ഉറക്ക ഗുളിക കൊടുത്തത് വാസന്തി എന്തിനാണെന്നുള്ള അത് ഇതുവരെ തെളിഞ്ഞിട്ടില്ലല്ലോ, അത് വരാനിരിക്കുന്നുണ്ട്. കാരണം ഈ പണം തീർച്ചയായും ദയ അവിടെ നിന്ന് എടുക്കുന്നു. ഇവർക്ക് രണ്ടാൾക്ക് അറിയുന്നത് കൊണ്ടാണ് ഇവർ അവിടെ നിന്ന് മുങ്ങിയതും. പിന്നീട് ഇങ്ങനെ അബിയെ ദേഷ്യമുള്ളത് കൊണ്ട് തന്നെ ധനൻ തന്നെ എൻ്റെ ആ ഒരു ദേഷ്യം അബിയോട് കാണിച്ചതായിരിക്കും. പക്ഷെ ശരിക്കും ഇതിൽ ഇവർ ഇവിടെ പോയിന്റ് ആക്കി ഇട്ടിരിക്കുന്ന ദയ തന്നെയാണ്, നോട്ടപ്പുള്ളിയാക്കി ഇട്ടിരിക്കുന്ന ദയ തന്നെയായിരുന്നു. അത് അവർക്ക് വീഴുകയും ചെയ്തു. അങ്ങനെ അവർ ആ സന്തോഷത്തോട് കൂടി നിൽക്കാൻ കേട്ടാ. ഇനിയാണ് കിട്ടുക്കൻ സീന്. ഇനി ദയക്ക് ഇനി ശബരി എന്താണെന്ന് അറിയാൻ കിടക്കുന്നുള്ളൂ. തൻ്റെ എല്ലാം കേട്ട് തൻ്റെ മുന്നിൽ മുട്ടുകുത്തി നിൽക്കും എന്നൊക്കെ ആ ഒരു പ്രതീക്ഷ, പണമുണ്ടെങ്കിൽ തനിക്ക് എന്തും ചെയ്യാമെന്ന ആ പ്രതീക്ഷയൊക്കെ ദയയുടെ അങ്ങ് മനസ്സിൽ നിന്നും പോകുന്ന ആ നാളുകളാണ് കേട്ടോ. ദയ ഒരു പാഠം പഠിക്കുന്ന നാൾ എന്ന് തന്നെ പറയാം.